അപ്പൊ സുഹൃത്തുക്കളാ, നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിന് ഈ കോഴിക്കോട് ഈ മറ്റേ എവിടേക്കൊക്കെ എങ്ങനെ പോവാന്ന്, അതായത് മെഡിക്കൽ കോളേജ് പിന്നെ വയനാട് ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴുള്ള റൂട്ട് ഒന്ന് പറഞ്ഞു തരുമോന്ന് വെച്ചാൽ, അതായത് നമ്മൾ ടോളിൽ കയറാതെ ഇപ്പൊ ടോളിൽ കയറാതെ ടോളിലെ ബ്ലോക്കിലൊന്നും നിൽക്കാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കൊന്ന് പോണ റൂട്ട് ഞാൻ കാണിക്കാണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. അത് പോണ റൂട്ട് കറക്റ്റ് ഞാൻ കാണിച്ചു തരാം. അതേമാതിരി നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിന് ഫോളോ ചെയ്ത് വെച്ചാൽ കേട്ടോ. പിന്നെ ഒന്ന് ഷെയർ ചെയ്താൽ മതി, ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടോട്ടെന്ന്. ഇപ്പൊ ടോളിലൊന്നും കൊടുക്കാതെ, ടോളിൽ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഭയങ്കര ബ്ലോക്കാ പോകും. ഒന്നാമത് അതാണ്. പിന്നെ ഫാസ്ടാഗ്, എല്ലാവരും ഫാസ്ടാഗ് എടുത്തേക്ക. ഫാസ്ടാഗ് എടുത്ത് പോകാതെ അധികം ആൾക്കാർക്ക് ഫാസ്ടാഗ് ഇല്ല, അതുകൊണ്ടാണ് അധികം ബ്ലോക്കാണ് അവിടെ. അപ്പൊ എല്ലാവരും ഫാസ്ടാഗ് എടുത്തൊക്കെ വെക്കുക. അപ്പൊ ഞാൻ വീഡിയോ കാണിച്ചത് എവിടെ ഇറങ്ങി എവിടെ അതിന്റെ പോകേണ്ടതൊക്കെയുള്ള വീഡിയോ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. അപ്പൊ ഞാൻ ബൈപ്പാസിൽ പോയോണ്ടിരിക്കട്ടെ. അപ്പൊ അഴിഞ്ഞിലെത്തി, അഴിഞ്ഞിലം പാലം കയറിയോണ്ട് കേട്ടോ. അറപ്പുഴ പാലാണ്, അറപ്പുഴ പാലം. ലോറിന്റെ നടുക്ക് കംപ്ലൈന്റ് ആയിട്ടിരിക്കണ്. ഭയങ്കര ചവിട്ടി. അതെന്താ അതോ ടയറ് വീണ് കിടക്കണ്ടടാ. ഹലോ അതാ നേരത്തെ പോരെ ആ ചെക്കന്റെ ടയറ്, ആ വണ്ടീന്റെ ടയറ് വീണതാ. ഇങ്ങനെ ഓന്റെ ഇത് തുറന്നാ കേട്ടോ, ഈ കണ്ടെയ്നർ തുറന്നു അവിടെ. ആ ലോറിക്കാരവിടെ നിർത്തി ഭയങ്കര ഡേഞ്ചർ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കഴിവല്ലേ അതെന്താ വെച്ചാൽ നിർത്തിയില് വേറെ പ്രശ്നമുണ്ട്. സ്പീഡ് വരുന്ന വണ്ടിക്കാര് അതിന്റെ മുകളിൽ കേറിയിട്ട് അപകടം സംഭവിക്കും. അതേ നന്നായി. അപ്പൊ നമുക്ക് ഇതാ പന്തീരങ്കാവ് എത്താൻ കേട്ടോ. പന്തീരങ്കാവ് എത്തണേ. അപ്പൊ പന്തീരങ്കാവുക്കുള്ള എക്സിറ്റ്, അടുത്ത എക്സിറ്റ് പന്തീരങ്കാവുക്കുള്ള എക്സിറ്റ് ആട്ടോ. ആ എക്സിറ്റ് അടിക്കാം കേട്ടോ നമുക്ക്. 500 മീറ്റർ പന്തീരങ്കാവ് എക്സിറ്റില് നമ്മള് എക്സിറ്റ് ചെയ്യണം. ശ്രദ്ധിക്കാം, ഇവിടെ എഴുതിച്ചുണ്ടാവും. ഇതുണ്ടാവും മാങ്കാവ്, പെരുമണ്ണ, പന്തീരങ്കാവ്. ഈ എക്സിറ്റ് നമുക്ക് അടിക്കാം. ഓക്കെ, നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് അടിച്ചിട്ടോ ഹൈവേന്ന് ഇറങ്ങിപ്പോ സർവീസ് റോഡ് ഇങ്ങനെ പോവാം. പോട്ടെ. നമ്മൾ കോഴിക്കോട് സിറ്റിയിലേക്കൊക്കെ പോവാണെങ്കിലേ ഈ പന്തീരങ്കാവിന്ന് ടോൾ പാസ് അവിടുന്ന് 2 കിലോമീറ്റർ മേലുണ്ടോ. ടോൾ പാസ 2 കിലോമീറ്റർ. നമ്മൾ പന്തീരങ്കാവെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് 2 കിലോമീറ്റർ ആട്ടോ ടോൾ പ്ലാസക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് കോഴിക്കോട് ഭാഗത്തേക്ക് പോവാണെങ്കിൽ ഇവിടുന്ന് ഇടത്തോട്ട് തിരിയണം. ആ റോഡ് ഞങ്ങൾ കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, ഇതാണ് കോഴിക്കോടേക്ക് പോകേണ്ട വഴി. കഴിയണതും ടോളിന് പൈസ ഉണ്ടെങ്കിൽ ടോള് കൊടുത്ത് പൊയ്ക്കോളി. അപ്പോ ഇവിടൊക്കെ നല്ല ബ്ലോക്കാണ് ഇപ്പൊ. കണ്ടോ, ഞാൻ കാണിച്ചു തരാൻ പോണ വഴിയാണിത്. ടോളിന് പൈസ കൊടുക്കാനുള്ളതിൽ ടോള് കൊടുത്ത് അതിലേ പോയിക്കോളി. ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. കാരണം വെച്ചപ്പോ അതിലെ പോയാലാണ് കോഴിക്കോട് സിറ്റിക്കൊക്കെ ഉള്ള ആ ബസ് നിക്കണതാ. അതിലെ നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോഴേ ടോള് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാര് ടോള് കൊടുത്ത് പോയിക്കോളി. ഈ പന്തീരങ്കാവ് താഴെ പാലത്തിന്റെ അവിടെ നല്ല ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാളി. വീഡിയോ കണ്ടുകാണ്ട് താഴത്തു കൂടി വരണ്ട, എന്നെ പണ്ടടക്കം പറയണ്ട. അതിലെ നമ്മൾ വഴി പറഞ്ഞുതരാന്നുള്ളൂ. ടോള് കൊടുക്കാൻ കഴിയുന്നില്ല, അതിൽ തന്നെ പോയിക്കോളി. ഇപ്പൊ ഇത്രയും ബ്ലോക്ക് ചിലപ്പോ ടോൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പൊ എല്ലാ വണ്ടിക്കാരും ടോള് കൊടുക്കാതെ ഇതിലെ പോകാനുള്ള പരിപാടിയാണ്. ആണ് ഇത്രയും ബ്ലോക്ക് ഇവിടെ വരുന്നത്. കുറച്ചു നേരമായിട്ടോ ഈ ബ്ലോക്കിലൂടെ നല്ല ബ്ലോക്കാ. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് അവിടെ നമ്മളെ നിസരിന്റെ അവിടുന്ന് കട്ട് ചെയ്യാല്ലേ, അല്ലെ രാമനാട്ടിൽ കൂടി പോയാല് അല്ലെ, ചെറുവണ്ണൂർ വഴി അല്ലെ, രാമനാട്ടിൽ കൂടി ചെറുവണ്ണൂർ വഴി കോഴിക്കോട് സിറ്റിക്കൊക്കെ പോകാനുള്ള ആൾക്കാർക്ക് അതിലേ പോകാല്ലേ കേട്ടോ. ഇതിലെ എന്റെ അഭിപ്രായത്തിൽ വരാക്കല്ലേ. ഇനിയിപ്പോ ടോള് കൊടുക്കാതെ പോകാനാണെങ്കിലും കൊടുത്തിട്ട് പോകാനായാലും ഈ പന്തീരങ്കാവ് ഇപ്പൊ നല്ല ബ്ലോക്കാ. അപ്പൊ എല്ലാരും ഇപ്പൊ ഇതിലാണ്, അതിലെ ഹൈവേ കൂടി ആരും കയറില്ല. എല്ലാരും ഈ ഇതില് ഇറങ്ങി ഇങ്ങോട്ട് പോരാണ്. ബ്ലോക്കായി അതാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തില് തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്നവര് നമ്മളെ രാമനാട്ടിലെ എത്തിനാട്ട് മുമ്പേ
നിസരീന്റെ അവിടെ ഇറങ്ങാം, ലെഫ്റ്റ് കട്ട് അവിടെ എക്സിറ്റ് അടിക്കുക, രാമനാട്ട് അങ്ങാടി കൂടെ ഇങ്ങനെ പോവാ കോഴിക്കോട് ടൗണിലേക്കുള്ള ആൾക്കാർക്കൊക്കെ. അതിലും പോട്ടെ, മെഡിക്കൽ കോളേജ് ആവുന്ന ദേശം ഒന്ന് കറങ്ങണം എന്നുള്ളൂ. അല്ല ഇത്രയും ബ്ലോക്ക് പെടേണ്ട ആവശ്യമില്ല. ഇത് ബ്ലോക്ക് ഒരുപാട് ബ്ലോക്ക് ആട്ടോ, നല്ല ബ്ലോക്ക് ഉണ്ട്. ഈ വണ്ടിക്കാര് ഒന്നാമത് ബ്ലോക്ക് ആകാൻ കാരണം ഈ ഇത്രയും ലോങ് വണ്ടിയൊക്കെ ഇവിടെ കൊണ്ട് സൈഡാക്കിയിട്ടില്ല കേട്ടോ, അല്ലെങ്കിലേ സൗകര്യം ഇല്ല, ഇവിടെ സൈഡാക്കിയിട്ടില്ല. ഒന്നാമത് ബ്ലോക്ക് വരാനുള്ള കാരണം അതാണ്. നമ്മളേ ഈ മാങ്കാവ് നിന്ന് കാണുന്ന ഇടത്തോട്ട് അതിലെ പോയാലാണ് കോഴിക്കോട് സിറ്റിക്കൊക്കെ പോവാ. പക്ഷെ എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം, ഈ ഭാഗത്ത് കൂടി വന്നാലേ നല്ല ബ്ലോക്കാട്ടോ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നല്ല ഒന്നാന്തരം ബ്ലോക്കാ പാലത്തിന്റെ അടിയിൽ. നമുക്ക് ഇവിടുന്ന് റൈറ്റിക്ക് പോവാൻ വേണ്ടി, റൈറ്റിക്ക് പോയാലാണ് നമുക്ക് പറഞ്ഞ റൂട്ട്. ഈ കുട്ടനല്ല, റൈറ്റിലേക്ക് കാണിച്ചുതരാം. നമ്മള് പാലത്തിന്റെ അടിയിലെ ഇതാണ്, പാലത്തിന്റെ അടിയിൽ എത്തിപ്പോ ഇവിടുന്ന് നമുക്ക് റൈറ്റാ വേണ്ടി. പോലീസുകാരൊക്കെ ഇടങ്ങാറാകുക പാലത്തിന്റെ അടിയിൽ. അതിലേ പോയാലോ കോഴിക്കോട് സിറ്റിയിലേക്കൊക്കെ പോവാ. ഇവിടുന്ന് മാങ്കാവ് വഴി ലുലുമാളിന്റെ ആ ഭാഗത്തേക്ക് എത്തും. ഇവിടുന്ന് ലെഫ്റ്റ് പോയാല് നേരെ പോയാൽ ടോള് കണ്ടോ. എല്ലാരും ഈ വഴിക്കാണ് പോണത് കേട്ടോ. ഞാൻ ഇപ്പൊ കാണിച്ചു തരുന്ന വഴിക്കാണ് മൊത്തം ആൾക്കാർ പോണത് കണ്ടോ. അതിലെ ഒറ്റ വണ്ടി പോണില്ല അങ്ങോട്ട്, ടോളിന്റെ ഭാഗത്തേക്ക് അതിലെ പോലെ. അങ്ങോട്ട് ആരും പോണില്ല, എല്ലാരും ഈ പുത്തൂർ മണം വഴി പോവാണ് മക്കളെ. അതാണ് ബ്ലോക്ക്. പോലീസുകാര് ഇടങ്ങേറാകാണ്, ഫുൾ ബ്ലോക്ക് ആട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്നാട്ടോ, ഇവിടുന്ന് ലെഫ്റ്റിക്ക് തിരിയാം. ഈ റോഡ് നേരെ ഒരു 2 കിലോമീറ്റർ പോകണ്ടോ, നല്ല ബ്ലോക്ക് ആട്ടോ. നമ്മളെ സാരഥി റാഫിയാണ്, മറ്റൊരു റാഫിയാണ്. അതും റാഫി ഇതും റാഫി. നിങ്ങളെന്ത് കൂട്ടാനാ, നിങ്ങള് ഉണ്ടല്ലേ നമ്മളെ കൂട്ടത്തില് കണ്ടോ. സംഭവം എല്ലാ വണ്ടിക്കാരും ടോള് കൊടുക്കാതെ ഇതിലെയാണ് പോകുന്നത്. അതുകൊണ്ട് ഈ റോഡ് നല്ല ബ്ലോക്കായി. ഹൈവേയിൽ ഇപ്പൊ ഒരു മനുഷ്യന്മാരും ഇല്ല കേട്ടോ. അപ്പൊ പൈസ ഉള്ളവരും ഫാസ്ടാഗ് ഉള്ളവരൊക്കെ ടോള് കൊടുത്ത് ഹൈവേ കൂടി പോകുന്നതായിരിക്കും നല്ലത്, ഉത്തമം. വണ്ടിക്കാരുണ്ടാവുമ്പോ അനുസരണമുള്ള ഒരു ഡ്രൈവർ വരുന്നുണ്ടോ, ആഹാ എന്താ അന്തസ്. അതാ അടുത്തൊരു മോട്ടോർച്ച അങ്ങോട്ട് കയറ്റി, ഇത്രയും വരിയാണ്. അപ്പം ഇവിടൊക്കെ കാലിയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം വെച്ചാൽ നമ്മളെ ഈ സാധാരണ ഈ ഓട്ടോ, ഞാനൊക്കെ ഓട്ടോറിക്ഷക്കാരനാണ്. ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ ഈ വെള്ളിമൂങ്ങ ഐറിസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഈ ടാക്സി ഓടുന്ന വണ്ടിക്കാർക്ക് ഞങ്ങളവിടുന്ന് ഈ മെഡിക്കൽ കോളേജിൽ പോയാല് ആകെ കിട്ടുക 400 ഉറുപ്പ്യാണ്. അതിന് 130 ഉറുപ്പ്യ ടോള് കൊടുത്താല് അത് യാത്രക്കാരോട് വാങ്ങാൻ കിട്ടൂല, അവര് തരില്ല. യാത്രക്കാരോട് ചോദിച്ചാൽ ഓര് തരില്ല, അത് നമ്മൾ സഹിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങനത്തെ ഈ ടാക്സിക്കാർക്കൊക്കെ ഉപകാരപ്പെടുത്തില്ലേ ഈ റൂട്ടിൽ വന്നാല്, മെഡിക്കൽ കോളേജിൽ പോവാനും. അപ്പൊ പോയോണ്ടിരിക്കാണ് പാവേട്ടന് കണ്ടോ. പാവേട്ടനെ എങ്ങട്ടാ പോണ്, ടൂറൊക്കെ പോവാച്ച് വണ്ടി കയറിയതാ. പിന്നെ മൂപ്പർക്ക് മനസ്സിലായത് വണ്ടി മതി അറിയാം. ഇത് ജനങ്ങൾക്ക് ഒരു ഇത് കാണിച്ചു കൊടുക്കണ്ടേ. നിങ്ങൾക്ക് എന്താ, നിങ്ങളെ അഭിപ്രായത്തിൽ എന്താ, ടാക്സിക്കാർക്ക് ഇത് കാണിച്ചു കൊടുക്കണ്ടേ വഴി? 400 ഉറുപ്പ്യ ഒരു ട്രിപ്പ് പോയി നമുക്ക് കിട്ടുക. ഏത് വെള്ളിമൂങ്ങ ഐറിസേറ്റ് പോയാല് അതില് 110 അങ്ങോട്ടും 110 ഇങ്ങോട്ടും പോയാല് എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. നമ്മള് ഇവിടെ എത്തി, പുത്തൂർമട എത്തി. പന്തിരങ്കാവുന്ന് 2 കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ നമ്മൾ പുത്തൂർമട എത്തി. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിക്ക് റോഡുണ്ട്. ഇത് ഇവിടെ ബോർഡ് കാണാം, പാലാഴി കണ്ടോ, പാലാഴി. ഈ കാറ് എത്തിട്ടതാ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോവാ. ഇവിടുന്ന് ലെഫ്റ്റ്, നല്ല റോഡാട്ടോ, നല്ല വീതി ബസ് പോണ റോഡാണ്, കുഴപ്പമില്ല. ഇത് നോക്കിയാൽ പുത്തൂർമട എന്ന് പറഞ്ഞ ജംഗ്ഷന് ലെഫ്റ്റ് പാലാഴിക്കുള്ള റോഡ്. ഈ റോഡിൽ ഇങ്ങനെ പോയാല് ഇവിടുന്ന് ഒരു 2-3 എത്ര കിലോമീറ്റർ ഉണ്ട്, 3-4 കിലോമീറ്റർ ഉണ്ടാവും പാലാഴി. അവിടുന്ന് നേരെ മെഡിക്കൽ കോളേജ്. നമുക്ക് വയനാടൊക്കെ പോകണമെന്നുണ്ടെങ്കില് നേരെ നമുക്ക് കുന്നമംഗലം എത്തുന്ന ഒരു വഴിയുണ്ട് ഈ റൂട്ടിൽ തന്നെ കേട്ടോ.
വയനാട് താമരശ്ശേരി കൊടുവള്ളി ആ ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുന്നമംഗലം ഷോർട്ട് എത്ര ഒരു 10-12 കിലോമീറ്റർ നമുക്ക് അതിലെ പോണങ്ങാട്ടി ഇതിലെ വരുന്നത് ലാഭാട്ടോ. ആ റോഡ് കാണിച്ചുതരാം. അതൊക്കെ അറിയോ? റാഫിക്ക് അറിയില്ല ആ റോഡ്? എന്ത് അറിയോ? കാണിച്ചു കൊടുക്കണേ. അത് ബസ് റൂട്ടാട്ടോ, ബസ് വരുന്ന റൂട്ടാണ്. ചെറിയ റോഡൊന്നല്ല, നല്ല വീതിയുള്ള റോഡ് തന്നെ. പക്ഷെ പന്തീരങ്കാവ് ആ ജംഗ്ഷനിൽ കുറച്ച് ബ്ലോക്ക് ഉണ്ടെന്നുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കുഴപ്പമില്ല, ഇങ്ങനെ പോവാം. മുണ്ടുപാലം മുണ്ടുപാലൊക്കെ കഴിഞ്ഞ് പോട്ടെ. കുന്നമംഗലം, അതായത് വയനാട് പോണ ആൾക്കാരൊക്കെ ഇവിടുന്ന് റൈറ്റ് തിരിയാ. ഇതാ ഈ ബസ് സ്റ്റോപ്പ് ഇതാ, നമുക്ക് നേരെ പോണ്ടി. അതോ അതിലെ ആ റോഡ് കുറ്റിക്കാട്ടൂര് അതാ 2.5 കിലോമീറ്റർ ഓടിച്ചിന്. യെസ്, ആ റോഡിലാണ്ട് കയറി കഴിഞ്ഞാല് കുന്നമംഗലം ഷോർട്ടാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് പാലാഴി നമുക്ക് എത്തില്ലേ? അതെ, എത്തും. അതിലേ പോവാം. നമ്മള് പാലാഴി എത്താനായിട്ട് ഏകദേശം. ഇവിടെ ഒന്നും ബ്ലോക്ക് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ നല്ല ഫ്രീ ആട്ടോ റോഡ്, ഒക്കെ സുഖമായിട്ട് പോരാട്ടോ. നല്ല റോഡാ, വീതിയുള്ള റോഡാണ്, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല റോഡാട്ടോ. റോഡിൽ എങ്ങനെ പോന്നാ മതി. പാലാഴി എത്തി. പാലാഴി മെഡിക്കൽ കോളേജ് ഊരൊക്കെ ഒന്ന് ചേർന്നെ. അതെ, അടുത്ത റൈറ്റ് ആട്ടോ നമുക്ക് തിരിയേണ്ടി. പന്തീരങ്കാവ് കുറച്ച് ബ്ലോക്ക് ഉള്ളത് ഒഴിച്ചാല് ബാക്കി ഒക്കെ നല്ല റോഡാട്ടോ. ബ്ലോക്ക് ഒന്നുമില്ല. നേരെ നമുക്ക് മെഡിക്കൽ കോളേജൊക്കെ പോവാനേ സുഖാണ്. ഇവിടുന്ന് ഇതാ ഇത് നോക്കിച്ചാ മെഡിക്കൽ കോളേജ്. അതെ, ഇവിടുന്ന് റൈറ്റിലേക്ക് ഇടാം. നമുക്ക് റൈറ്റിലേക്ക് തിരിച്ചു ഇവിടെ നേരെ പോയാല് ഹൈലൈറ്റ് മാളിന്റെ അവിടെ എത്തിട്ടോ. നേരെ പോയ ഹൈലൈറ്റ് മാള്. ഈ റോഡ് ഇങ്ങോട്ട് തിരിഞ്ഞാല്, ഈ റോഡ് നേരെ പോയാല് മെഡിക്കൽ കോളേജ് കോവൂര് പറഞ്ഞത് എത്തും. കോവൂര് അവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ നേരെ മെഡിക്കൽ കോളേജ് ആട്ടോ. മെഡിക്കൽ കോളേജ് വയനാട് എങ്ങോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോൾ കൊടുക്കാതെ ചെല്ലാം. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്താണ്ട് ലൈക്കൊക്കെ അടിച്ചുകൊണ്ട് ഫോളോ ചെയ്ത് കൂട്ടിക്കളി. ഓക്കെ എന്നാല്.